YT സ്റ്റുഡിയോ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാരുടെ പരാതി. നമ്മളത് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുമ്പോൾ പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് എന്ന് കാണിക്കും. ഇതെന്താണ് പരിഹാരം? കുറേ ആളുകൾ എന്നോട് ചോദിച്ചു. പക്ഷേ എനിക്ക് പരിഹാരം പറയാൻ പറ്റാതിരുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. കാരണം എനിക്ക് ഈ പ്രശ്നം വന്നിട്ടില്ല. എൻ്റെ ഫോണിൽ പ്രശ്നം വരാത്തത് കൊണ്ട് തന്നെ എനിക്കത് പറഞ്ഞു കൊടുക്കാനും പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ചിലവർക്ക് ശരിയായി. കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത സമയത്ത്, കോഴിക്കോട് ക്ലാസ് നടത്തുന്ന സമയത്ത് ഞാൻ എല്ലാവരുടെയും ഫോണിൽ ഇത് ഓപ്പൺ ആക്കി കൊടുത്തു. അത് എങ്ങനെയാണ് ഓപ്പൺ ആക്കിയതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതുമില്ല, വളരെ സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ ടഫായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കാം. ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഹോം ബട്ടൺ, അതായത് ഒരു വീട് പോലെയുള്ള ഒരു സിമ്പിൾ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹോമിലേക്ക് വരും. ഈ ഹോമിൽ താഴെ നിങ്ങൾക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യേണ്ടത് www.studio.youtube.com എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ സ്പേസോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റിലേക്ക് തന്നെ പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ടൈപ്പ് ചെയ്യാൻ പറ്റാത്തവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട്, ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് അത് കോപ്പി പേസ്റ്റ് എടുത്തിട്ട് ഇടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, നേരെ നിങ്ങളുടെ ബ്രൗസറിലേക്ക് തന്നെ പോവും. അപ്പോൾ നിങ്ങളത് ഓപ്ഷൻ ചോദിക്കും, നിങ്ങൾ ഇത് ബ്രൗസറിലേക്ക് പോകണോ അതോ പിന്നെ YT സ്റ്റുഡിയോ ആപ്പിലേക്ക് പോകണമെന്നുള്ളത്. അപ്പോൾ കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങൾ കയറുക. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ സെറ്റിങ്സ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ YT സ്റ്റുഡിയോ നമുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, യൂട്യൂബ് ക്രിയേറ്റേഴ്സായ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബ്രൗസറിൽ വെച്ച് ചെയ്യണം. നമ്മൾ YT സ്റ്റുഡിയോയിൽ എല്ലാ ഫീച്ചറും മൊബൈൽ ആപ്പിൽ കിട്ടില്ല. എൻഡ് സ്ക്രീൻ ഇടാനാണെങ്കിലും, ക്ലിപ്പ് ഇടാനാണെങ്കിലും, ടാഗ്സ് ഇടാനാണെങ്കിലും, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് നിരന്തരം YT സ്റ്റുഡിയോ ആപ്പ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം യൂട്യൂബ് ക്രിയേറ്റേഴ്സായ ആളുകൾക്ക്. ചിലർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവും, ഇന്നേ വരെ ഉപയോഗിക്കാത്ത ആളുകളുണ്ടാവും. അപ്പം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റ് ഇടുക, സക്സസ് ആയോ ഇല്ലെന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് മറ്റ് വഴികൾ നോക്കാം. അതിൻ്റെ കൂടെ ഞാൻ വേറെ കാര്യം കൂടി പറയട്ടെ, ഇതൊന്നും ചെയ്തിട്ട് ശരിയാകാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഈ ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ അതിൽ ക്രോം ബ്രൗസറിൻ്റെ മുകളിൽ ആ ഐക്കണിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. പ്രസ് ചെയ്ത് പിടിച്ചിട്ട് അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഇതിൽ ക്യാഷ് മെമ്മറി ക്ലിയർ ചെയ്യുക. ഡാറ്റ ഉണ്ടെങ്കിൽ അതുകൂടി ക്ലിയർ ചെയ്യുക. തീരെ വർക്ക് ചെയ്യുന്നെങ്കിൽ ആ ഡാറ്റ കൂടി ക്ലിയർ ചെയ്താൽ വീണ്ടും ഈ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായിട്ട് വരും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, കുറേ ആളുകൾ കണ്ണൂർ ക്ലാസ് വെക്കുന്നതിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ണൂർ യൂട്യൂബ് ക്രിയേറ്റേഴ്സായ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് കണ്ണൂർ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാനിവിടെ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഇടാം. നിങ്ങൾ അതിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് വെക്കുക. ഞാൻ എല്ലാവരെയും കോൺടാക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.